തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ ജോസഫ് വിജയ്ക്ക് കേരളത്തിലടക്കം വലിയ ആരാധക വൃന്ദമാണ് ഉള്ളത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയപ്പോൾ തമിഴ്നാട്ടിനേക്കാൾ ഒരുപക്ഷെ അധികം ആരാധകർ കേരളത്തിൽ അത് ആഘോഷമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ജോസഫ് വിജയ് കേരളത്തിന് ആശങ്കയാകുന്ന ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ TVK സർക്കാരിന്റെ ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിൽ ഒരു സുപ്രധാനമായിട്ടുള്ള വിവരം ഉണ്ട്. ഇത് കേരളത്തിന് ആശങ്കയാകുന്ന ഒരു വിവരമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചാണ് ആ വിവരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് സർക്കാർ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് ബഡ്ജറ്റിലാണ് ധനമന്ത്രി മാരി വിൽസണിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കാവേരി നദീജല തർക്കത്തിലും ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. അർഹതപ്പെട്ട ജലം നേടിയെടുക്കും, മേക്കേദാട്ട് അണക്കെട്ടിനെ എതിർക്കുമെന്നും ജലദൗർലഭ്യം ഇല്ലാതാക്കാൻ നടപടിയെടുക്കുമെന്നുമാണ് മാരി വിൽസൺ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 136 അടിയാണ്. നേരത്തെ തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനുവദിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് നിയമസഭയിലെ നയപ്രഖ്യാപനത്തിലായിരുന്നു ഇക്കാര്യം അന്ന് തമിഴ്നാട് സർക്കാർ പറഞ്ഞത്. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരള പ്രതിനിധിയെ കേന്ദ്ര സർക്കാർ മാറ്റിയതും വലിയ വിവാദമായിരുന്നു. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു ഡാമാണ്. അതിന് വലിയ ആശങ്കകളുണ്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക്. ഒപ്പം കേരളത്തിലെ പല ജില്ലകൾക്കും അതിന്റെ ആശങ്കകളും ഇതുമൊക്കെയുണ്ട്. കേരളത്തിൽ മഴ കനക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുള്ള ചില ആശങ്കകളാണ്. അതിനിടയിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ ബഡ്ജറ്റിൽ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. നേരത്തെ DMK സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് DMK സർക്കാരും കേരളത്തിലെ LDF സർക്കാരും തമ്മിൽ വളരെയധികം നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വലിയ വിവാദ വിഷയങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉയർന്നിരുന്നില്ല. പക്ഷേ DMK സർക്കാർ മാറി ഇപ്പോൾ TVK സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കടുംപിടുത്തം തുടരുകയാണ് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും, ആശങ്കകൾക്ക് കാരണമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു.